ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൂടാതെ പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ റിലീസിങ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇന്ന് ശരിക്കും പറയുന്നത് 12 റിലീസുകളാണ്. പ്രധാനപ്പെട്ട 12 റിലീസുകൾ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് അജയ് ദേവ്ഗൻ ഒരു ക്യാമിയോ റോളിൽ വന്ന ഒരു ഡിസാസ്റ്റർ മൂവിയായിരുന്നു, ഹിന്ദി മൂവിയായിരുന്നു. ആസാദ് എന്ന് പറഞ്ഞ സിനിമ ഒരു ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ മുതലേ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത ഒരു ഹിന്ദി മൂവിയാണ്. ബി ഹാപ്പി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അഭിഷേക് ബച്ചൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു മ്യൂസിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ആമസോൺ പ്രൈം വഴി ഈ ഒരു സിനിമ ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് അവൈലബിൾ ആണ്. അടുത്തത് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. 2K ലവ് സ്റ്റോറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം, ടെൻറ്റ് കോട്ട, ആഹാ തമിഴ് എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. സീസോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. ഓക്കെ, അടുത്തത് ഒരു സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഇലക്ട്രിക് സ്റ്റേറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം. അടുത്തൊരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. വൻവാസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5ലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ്. ഒരു ഡ്രാമ ത്രില്ലർ മൂവിയായിരുന്നു. പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ. ബേസിൽ ജോസഫ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി അവൈലബിൾ ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ആചാരി ബ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആചാരി ബ. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ഡ്രാമ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. റിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. കാതൽ 80 പോതുടമൈ എന്നാണ് സിനിമയുടെ പേര്. പോതുടമൈ സിനിമയുടെ പേര് വരുന്നത്. കാതൽ 80 പോതുടമൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻറ്റ് കോട്ട OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് സിനിമ തന്നെയാണ്. രാജാക്കിളി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻറ്റ് കോട്ട OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് സിനിമ തന്നെയാണ്. രമം രാഘവം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. രാമം രാഘവം. തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് സൺനെക്സ്റ്റിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. എമർജൻസി എന്ന് പറഞ്ഞ സിനിമ. കങ്കണ റാണാവത്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അവർ തന്നെയാണ് സംവിധാനം ചെയ്തിട്ടുള്ളതും. തിയേറ്ററിൽ ഒരു പരാജയമായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഹിന്ദി ഭാഷയിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ന് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഏകദേശം 12 റിലീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇനി ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് കുറേ ദിവസങ്ങളായിട്ട് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്ന ഒരു സിനിമയുടെ അപ്ഡേറ്റ് എന്താണെന്നുള്ളത്. സിനിമയുടെ പേര് വരുന്നത് ബിഗ് ബെൻ എന്നാണ്. ഈ ബിഗ് ബെൻ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് പലരും കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. അനുമോഹനും വിനോയ് ഫോർട്ടും അതിഥി രവിയും മിയ ജോർജൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഡ്രാമത്തിലുള്ള വിഭാഗത്തിൽപ്പെടുന്ന മലയാള സിനിമയാണ് ബിഗ് ബെൻ എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. സൺനെക്സ്റ്റ് വഴി മാർച്ച് മാസം 28-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. തിയേറ്ററിൽ കണ്ടതാണ്, റിവ്യൂ ഇതിനു മുമ്പേ തന്നെ ചെയ്തിട്ടുണ്ട് ഈ എൻ്റെ ചാനലിൽ. ഓക്കെ, അപ്പോൾ അടുത്തത് ഒമർലൂർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോൾ ഈ സിനിമയുടെ OTT റൈറ്റ്സ് മനോരമാക്സ് സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. റഹ്മാനും ബാബു ആൻ്റണി, ബിബിൻ ജോർജൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. എന്തായാലും മനോരമാക്സിൽ ഡേറ്റ് കാര്യങ്ങൾ ഇടുമെന്നുള്ള അറിയില്ല. കമ്മിങ് സൂൺ ഉണ്ട് ഇപ്പം. എന്തായാലും ഡേറ്റ് ഇട്ടാലും അവർ ചിലപ്പോൾ ആ ഡേറ്റിന് ഇറക്കിയെന്ന് വരില്ല. അതേ അവസ്ഥയാണ് 14-ാം തീയതി, അതായത് ഇന്ന് ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. മനോരമാക്സിൽ കമ്മിങ് സൂൺ പോസ്റ്ററും അതിനുശേഷം ഡേറ്റ് ഫിക്സ് ചെയ്തതിനു ശേഷമുള്ള ഡേറ്റ് ഉള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ മനോരമാക്സ് ഡേറ്റ് പിന്നെ ഉൾക്കൊള്ളിച്ചുള്ള പോസ്റ്റർ കാര്യങ്ങളൊക്കെ പിൻവലിച്ചിരിക്കുകയാണ്. എന്നാലും ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നുള്ള പറഞ്ഞൊരു പോസ്റ്റർ അവർ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. എന്നാലും മാർച്ച് മാസത്തിൽ തന്നെ നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് പിന്നെ ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് പിന്നെ ഈ മാസം തന്നെ മാർച്ച് മാസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ ബേസിൽ ജോസഫ്, അതുപോലെ തന്നെ സൗബിൻ ഷാഗറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ ത്രില്ലർ മാത്രമുള്ള സിനിമയായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ തിയേറ്ററിൽ ഒരു പരാജയമായിരുന്നു. നല്ലൊരു സിനിമയാണ്, കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്. സോണി ലിവാണ് സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു എന്താ പറയുക അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്.
രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ സോണി ലീവ് റിലീസ് ചെയ്തു. അതിനുശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സിനിമയാണ് പ്രാവൻകുടി ഷാപ്പ് പറഞ്ഞ സിനിമ. ഏപ്രിൽ മാസം 11-ാം തീയതി സിനിമ റിലീസ് ചെയ്യുന്നതാണ്. മാസത്തിൽ ഒരു മലയാള സിനിമയാണ് സാധാരണ സോണി ലീവ് റിലീസ് ചെയ്യിക്കാറുള്ളത്. അപ്പോൾ ഏപ്രിൽ മാസം 11-ാം തീയതി അവർ ഒഫീഷ്യലായിട്ട് ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അത് 10-ാം തീയതി തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ജാഫർ ഇടുക്കി, ഇന്ദ്രൻസ് എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ഒരു മലയാള സിനിമയായിരുന്നു ഒരുമ്പട്ടം എന്ന് പറഞ്ഞ സിനിമ. കമ്മിങ് സൂൺ പോസ്റ്റർ ഇപ്പോൾ മനോരമ മാക്സിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് സിനിമകൾ മനോരമ മാക്സ് എടുത്തിട്ടുണ്ട്. ഈ അടുത്തായിട്ട് മനോരമ മാക്സ് തന്നെയാണ് മലയാളത്തിൽ നിന്നുള്ള റിലീസുകൾ അധികവും ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. കൊച്ചു കൊച്ചു സിനിമകൾ, ലോ ബഡ്ജറ്റ് മൂവീസൊക്കെ ഒരുപാട് മനോരമ മാക്സ് എടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സിനിമകളുടെയൊക്കെ റിലീസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്ന് റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ ഓരോ സിനിമകൾ കണ്ട് നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.